ഹായ് ഗൈസ്, അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു. ബാബുജി ഇവിടെ സുഖമാണോ? സുഖമാണോ? അല്ലേ? എന്തു പറ്റി? പനിയൊക്കെ മാറി. പനി മാറിയപ്പോ ചുമ വന്നു എന്റെ കൊച്ചിനല്ലേ? ആര്? കോൾഡ് ഇത്രയേ ഉള്ളൂ. ഈ മോനെ മുടി വിട്ടു. അപ്പൊ അതല്ല ഇവിടെ നമുക്ക് സംസാരിക്കേണ്ട ചർച്ചാ വിഷയം. ഓക്കെ, ചർച്ചാ വിഷയം. നമ്മൾ ഇന്ന് എന്തിനാ വന്നിരിക്കുന്നത്? നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത് ഇന്ന്? അതൊക്കെ നമ്മൾ ഇന്ന് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എഗ് വെച്ചിട്ട് അതായത് ഞാന് ഒരു എന്താ പറയാ, ഇൻസ്റ്റാഗ്രാമിലാണോ ഫേസ്ബുക്കിലാണോ അമ്മ പറയട്ടെ, ഇൻസ്റ്റാഗ്രാമിലാണോ ഫേസ്ബുക്കിലാണോ പറഞ്ഞില്ലേ, എവിടെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്തപ്പം ഒരു എഗ്ഗ് നമുക്ക് ചീത്തയാണോ നല്ലതാണോ എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ്, ഒരു എക്സ്പെരിമെന്റ് കണ്ടു. അപ്പൊ ഞാൻ ഓർത്തു നമുക്ക് ചെയ്ത് നോക്കാന്ന് ഓർത്തു. അപ്പൊ ഇതിന്റെ ഇടിച്ചു പോട്ടെ, ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ സ്ക്രീൻഷോട്ട് നോക്കിക്കോ. എന്നാന്ന് വെച്ചാൽ എഗ്ഗ്, അതിനാവശ്യം ഒരു ബൗള്, കുറച്ച് വെള്ളം, എഗ്ഗ്. അപ്പൊ നമ്മൾ എഗ്ഗ് വന്നിട്ട് ബൗളിൽ ഇടുമ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ സ്ക്രീൻഷോട്ട് നോക്കിക്കോളൂ. ഇതേപോലെ ബൗളില് നമ്മൾ എഗ്ഗ് ഇടുമ്പം കറക്റ്റായിട്ട് താഴെ ഇങ്ങനെ വീണ് കിടക്കുവാണെങ്കിൽ ഫ്രഷ് എഗ്ഗ് അല്ലേ? നമ്മൾ ജയിക്കുന്നു. ഓക്കെ, എഗ്ഗ് ഇങ്ങനെ ഇടുമ്പം ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണെങ്കിൽ ഒരു ആഴ്ച പഴയ എഗ്ഗ് ആയിരിക്കും. ഓക്കെ, പിന്നെ പഴകിയ എഗ്ഗ് ആണെങ്കിൽ ഇങ്ങനെ കിടക്കുമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മള് സ്ക്രീൻഷോട്ട് കൊടുക്കുള്ളൂ, ഇത് കണ്ട. പിന്നെ വെരി ഓൾഡ് എഗ്ഗ് ആണെങ്കിൽ, അതെ, വെരി ഓൾഡ് എഗ്ഗ് ആണെങ്കിൽ കുറച്ച് പൊങ്ങി കിടക്കും എന്നാണ് ഇവര് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന സ്ക്രീൻഷോട്ട് നോക്കിക്കോ. ഇതിൻ്റെ അകത്ത് എഗ്ഗ് ഇരിക്കുന്ന പോലെ നമുക്ക് നോക്കാം. ഓക്കെ, റെഡിയാണോ ബാബുജി? ഓക്കെ, അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാബുജിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഉത്സാഹമാണ്. എന്തെന്ന് വെച്ചാൽ പരീക്ഷണമാണല്ലോ. ഏതും എഗ്ഗ് വെച്ചിട്ട്, വെള്ളമുണ്ട് എഗ്ഗുണ്ട്. ബാബുജിക്ക് രണ്ടും ഇഷ്ടമുള്ളതാണ് കളിക്കാനായിട്ട്. നമുക്ക് ചെയ്ത് നോക്കിയാലോ? റെഡി? ബാബുജി വേണം പതുക്കെ എഗ്ഗ് ഇങ്ങനെ വെള്ളത്തിലിടാൻ. ഓക്കെ ബാബാ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കമോൺ നമുക്ക് ചെയ്ത് നോക്കാം. വേർത്തോ? എന്തുറ്റി? സ്വാഗതം പറഞ്ഞിട്ട് വേർത്ത് പോയോ എന്റെ കൊച്ച്? നമ്മള് ബൗളൊക്കെ ആയിട്ട്, ബൗളിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട്, മുട്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വാവച്ചി ഇടാൻ പോണ. പക്ഷെ വാവച്ചി ഇടുമ്പോ ഉണ്ടല്ലോ, ഇങ്ങനെ ഇടരുത്, പതുക്കെ വയ്ക്കുള്ളൂ, മുട്ട പൊട്ടിപ്പോവും. ഓക്കെ, വച്ചിടാൻ പോവാണ്. ഇത് ഫ്ലോപ്പ് ആകോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പഴയതാണോ, അതായത് ഒരാഴ്ച പഴയതാണോ, ഭയങ്കരമായിട്ട് പഴയതാണോ, അത് നല്ല ഫ്രഷ് മുട്ടയാണോ നമുക്ക് നോക്കാം. പൊട്ടിക്കില്ലേ? പൊട്ടിക്കാണ്ട് ഇടുകണ്ണ, പതുക്കെ വയ്ക്കണം കേട്ടാ. പതുക്കെ 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 വച്ചോ വിട്ടോ. എന്തുവാ കാണുന്നേ? മുട്ട പൊങ്ങിക്കിടക്കുന്നു വാച്ചി. ഇതെങ്ങനെ കിടക്കുന്നേ? പഴയ എഗ്ഗാണോ അതോ പുതിയ എഗ്ഗാണോ? വാച്ചി പറ. പുതിയ എഗ്ഗ്. അതെങ്ങനെയാ? നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ എങ്ങനെ കിടക്കണം നോക്കട്ടെ. ഇത് ഒരാഴ്ച പഴയ എഗ്ഗാണ്. ഓക്കെ, നമുക്ക് വേറൊരു എഗ്ഗ് ഇട്ട് നോക്കാം. നമുക്ക് വേറൊരു എഗ്ഗ് ഇട്ട് നോക്കാം. ഇത് ഒരാഴ്ച പഴകിയ എഗ്ഗാണ് കേട്ടാ. അങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. ഈ എല്ലാ എഗ്ഗും നമുക്ക് ഇങ്ങനെ പൊങ്ങിക്കിടക്കുമോ നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ വെച്ച് നോക്കട്ടെ. ഓക്കെ, എടാ ഇതെങ്ങനെയാ കിടക്കുന്നേ?
കണ്ടോ? ഇത് കേട്ട് വിട്ട് 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 ഒന്നും കാണുന്നില്ല വെള്ളത്തിട്ടിട്ട്. ആ ഇതും അങ്ങനെ വാവച്ചി പഴയ എഗ്ഗ. നമ്മൾ വാങ്ങിച്ചെല്ലാം പഴയ എഗ്ഗാണ്. നമ്മൾ എൻ്റെ തലല്ല നല്ലതല്ലെന്നോ. ഇനി നമുക്ക് ഇങ്ങനെ ഇട്ട് പരീക്ഷിച്ച് ഞങ്ങൾ നോക്കി. എന്താ ചെയ്യുക? നിങ്ങളെല്ലാവരും വീട്ടിലിങ്ങനെ പരീക്ഷിച്ച് നോക്കണം. ഇത് കറക്റ്റാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം എക്സാം പോട്ടെ, ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് കമൻറ്റ് ഇടണം കേട്ടോ. അല്ലേ വാച്ചി? നല്ല എഗ്ഗാണോ കുറച്ച് പഴയ എഗ്ഗാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു എഗ്ഗും കൂടെ ഇട്ട് നോക്കാം കേട്ടോ. നമുക്ക് പൊട്ടിക്കാണ്ടിടും മോനെ. പതുക്കെ വയ്ക്കൂ കണ്ണ. ഇട്ടോളൂ. ഓ മൈ ഗോഡ്, എല്ലാം അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾക്ക് എല്ലാം ഒരാഴ്ച പഴയ കേക്കാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ചെയ്ത് നോക്കി വെറുതെ. കാരണം ഉണ്ടല്ലോ വാവച്ചി, ഇത് ഞാൻ കാണിച്ചു വാവച്ചിനെ, ആ സ്ക്രീൻഷോട്ട് കാണിച്ചപ്പോൾ വാവച്ചി ചുമ്മാ ചെയ്ത് നോക്കാം അമ്മ എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഒരാഴ്ച പഴകിയ എഗ്ഗെന്നാണ് കാണിക്കുന്നത്. ഒരു ദിവസം എത്ര മുട്ട കഴിക്കും നമ്മൾ? ആവശ്യം എത്ര കഴിക്കും? 1 കഴിക്കാം. വെള്ളത്തിട്ടാ കഴിക്കാൻ പറ്റില്ല. നമ്മൾ ചുമ്മാ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതല്ലേ, നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കിയതല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. അപ്പം ഒരാഴ്ച പഴകുന്ന കണ്ടത്. നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചലഞ്ച് വീഡിയോ വേണോ അതോ നോർമൽ വ്ളോഗ് വേണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അങ്ങനത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അല്ല വാച്ചി? വാച്ചിക്ക് ഏതാ ഇഷ്ടം? ചലഞ്ച് ചെയ്യാനാണ് ഇഷ്ടം ആണോ? എസ് ആണോ? വാച്ചി ഇപ്പം പുതിയതായിട്ട് ഓരോ ഇത് കണ്ടുപഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്തായിരുന്നു? നോ. എസ് എങ്ങനെയാ? ഓ ടിക്ക്. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുവാണെങ്കിൽ വാവച്ചിനോട് എസ് ചോദിക്കുകയാണെങ്കിൽ വാവച്ചി പറയും ഇങ്ങനെ ടിക്ക് എന്ന് എസ് മനസ്സിലാക്കിക്കോണം. ഞാൻ നോ പറയുകയാണെങ്കിൽ വാവച്ചി ഇങ്ങനെ കാണിക്കും. അപ്പം അത് നോ എന്നർത്ഥം അല്ലേ? ഓരോന്നും പഠിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇങ്ങനെ ലാംഗ്വേജ് ഉണ്ടോ സിംബോളിക്കായിട്ട് കാണിക്കാനായിട്ട് മമ്മേനെ? പിന്നെ ഗുഡ് എങ്ങനെ കാണിക്കുന്നേ? അങ്ങനെയല്ല, എന്നോട് എപ്പോഴും ചോദിക്കുമ്പം വാച്ചേ ഇങ്ങനെ അങ്ങനെ പറയാറുണ്ടല്ലോ അല്ലേ? ഓക്കേ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ അല്ലേ? അല്ലേ കാണാ? നീ ജയിച്ചു, മുട്ട തോറ്റു. വാവച്ച് ജയിച്ചു, എഗ് തോറ്റു. റൈറ്റ്? ഞാൻ തോറ്റു. യെസ്, അതെ. ഇത് വല്ല ആവശ്യമുണ്ടോ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യണ്ടേ? അല്ലേ വാച്ചി? എല്ലാം പഴകി എഗ്ഗാണ് നമുക്ക് തന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തോറ്റു അല്ലേ? ഞാൻ തോറ്റു, വാവച്ച് ജയിച്ചു. റൈറ്റ്? ഓക്കെ, അപ്പൊ ബൈ. നമുക്ക് പിന്നെ കാണാം.